Hello friends, welcome to the YouTube channel Hvac Malayalam. Hvac Malayalam YouTube channel പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് വൈൻഡിങ്ങിന്റെ പവർ കണക്ഷൻ എങ്ങനെ കൊടുക്കാനാണ്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ റെസിപ്രോക്കേറ്റിംഗ് ചില്ലറുകളിലും അതേപോലെ സ്ക്രൂ കംപ്രസറുകളിലും എല്ലാം അതിന്റെ പവർ കണക്ഷൻ ചിലപ്പോൾ പാർട്ട് വൈൻഡിങ് ആയിരിക്കും. അപ്പോൾ പാർട്ട് വൈൻഡിങ്ങിന് രണ്ട് കോണ്ടാക്ടറാണ് വരുന്നത്. ചില സമയത്ത് ചെറിയ കംപ്രസർ ആണെങ്കിൽ ഒരു കോണ്ടാക്ടർ വെച്ചിട്ട് നമുക്ക് റൺ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് രണ്ട് കോണ്ടാക്ടർ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ 6 കോണ്ടാക്ടർ ഉണ്ട് ഇപ്പോൾ ടോട്ടൽ. ഇത് ചില്ലറിൽ 3 കംപ്രസറാണ്. ഓരോ കംപ്രസറിന് ഈ 2 കോണ്ടാക്ടർ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് പാർട്ട് വൈൻഡിങ്ങിൽ 2 കോണ്ടാക്ടർ വരും. ഇതിൽ RYB മോഡൽ കൊടുത്തിട്ടുണ്ട്. RYB സെയിം RYB ഇവിടുന്ന് പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് കംപ്രസറിൽ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ കണക്ട് ചെയ്യുന്നത് വെച്ചാൽ അപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങളെ കംപ്രസറിൽ ടെർമിനൽ ഉണ്ടാവുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, അവിടെ 1, 2, 3 കൊടുത്തിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള 1, 2, 3 പിന്നെ 7, 8, 9 ഇതേപോലെ ആയിരിക്കും. ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ടെർമിനൽ ഉണ്ടാവുക. 1, 2, 3 അതേപോലെ 7, 8, 9. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടുന്ന് 2 കോണ്ടാക്ടറിൽ മെയിൻ പവർ വരുമ്പോൾ ഒരു കോണ്ടാക്ടറിൽ ഏതെങ്കിലും ഒരു കോണ്ടാക്ടറിൽ നിന്ന് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് എനർജൈസ് ആവുന്ന കോണ്ടാക്ടറിൽ പവർ RYB കൊടുക്കുക. RYB ഓക്കെ, ഇതുപോലെ കൊടുക്കുക. ഫസ്റ്റ് ലൈനിൽ R കൊടുക്കുക, പിന്നെ Y, പിന്നെ B. അതേപോലെ രണ്ടാമത്തെ കോണ്ടാക്ടറിൽ നിന്നുള്ള 3 ഫേസ് സെയിം ഇവിടെ RYB കൊടുക്കണം. RYB. നിങ്ങളിവിടെ ഫേസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇവിടെ ഏത് ഫേസ് കൊടുത്തോ അതേ സെയിം ഫേസ് വേണം ഇവിടെ കൊടുക്കാൻ. 1ൽ ഏത് ഫേസ് കൊടുത്തോ അതേ സെയിം ഫേസ് 7ൽ കൊടുക്കണം. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ 1ൽ 6 ഫേസ് കൊടുത്തു, 7ലും റെഡ് ഫേസ് തന്നെ കൊടുക്കണം. നിങ്ങൾ ഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണെങ്കിൽ വൈൻഡിങ് പോകും. കാരണം ഇതിൽ 2 സെപ്പറേറ്റ് വൈൻഡിങ് ആണ്. ഒരു വൈൻഡിങ് ഒരു റൊട്ടേഷനിലും കറങ്ങും, മറ്റേ വൈൻഡിങ് വേറെ റൊട്ടേഷനിലും കറങ്ങും. അപ്പോൾ വൈൻഡിങ് പോകും അത്. അപ്പോൾ അതാണ് മെയിനായിട്ട് നോക്കേണ്ടത് ഈ പാർട്ട് വൈൻഡിങ്ങിൽ. ഞങ്ങൾക്ക് ടെർമിനൽ കാണിച്ചു തരാം ഇത്. അപ്പോൾ ഇതുപോലെയാണ് പാർട്ട് വൈൻഡിങ്ങിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇത് 1, 2, 3 ആണ്. ഇവിടെ മുകളിൽ 1, താഴെ 2, അതിൻ്റെ അടിയിൽ 3. ഇവിടെ 7, 8, 9. 1ലും 7ലും സെയിം റെഡ് ഫേസ് കൊടുത്തിരിക്കുന്നു. അതേപോലെ 2ലും 8ലും യെല്ലോ ഫേസ് കൊടുത്തിരിക്കുന്നു. 3ലും 9ലും ബ്ലൂ ഫേസ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതുപോലെയാണ് പാർട്ട് വൈൻഡിങ്ങിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത്. ചില സമയത്ത് നമുക്ക് കാണാം മറ്റേ ഒരു കോണ്ടാക്ടർ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ജമ്പ് ചെയ്യണം. ഇത് ഇവിടുന്ന് ലൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോണ്ടാക്ടർ വെച്ച് ചെയ്യാം. പക്ഷേ അത് ചെറിയ കംപ്രസറുകളിലാണ് നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കൺട്രോൾ വയറിംഗ് എല്ലാം നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇവിടെ വന്നിട്ട് സ്ക്രൂ കംപ്രസറിൽ കാണാം, ഇത് മോട്ടോർ പ്രൊട്ടക്ടറാണിത്. കണ്ടില്ലേ, 3 ഫേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ മോട്ടോർ പ്രൊട്ടക്ടറിൽ. ഇൻ കേസ് എന്തെങ്കിലും ഓണായ സമയത്ത് ഫേസ് ഫെയിലിയർ എന്തെങ്കിലും ആണെങ്കിൽ കംപ്രസർ ഹൈ, അതേപോലെ സെൻസർ ഇതിൽ കണക്റ്റ് ആക്കിയിട്ടുണ്ട്. മോട്ടോർ ടെമ്പറേച്ചർ സെൻസർ. എന്തെങ്കിലും സെൻസർ റെസിസ്റ്റൻസ് എല്ലാം കൂടുകയാണെങ്കിൽ ഇത് കംപ്രസറിനെ ട്രിപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ സൈഡിൽ റീസെറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ മോട്ടോർ പ്രൊട്ടക്ടർ റീസെറ്റ് ആവണമെങ്കിൽ ഈ പുഷ് ബട്ടൺ പ്രസ് ചെയ്യണം. ഇവിടെ ഒരു നോർമലി ക്ലോസ് പുഷ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അത് പ്രസ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള HVAC റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളായിരിക്കും കൂടുതലായിട്ട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ AC ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.